നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മോദി സർക്കാരിന് വീണ്ടും തിരിച്ചടി. രൂക്ഷ വിമർശനവുമായാണ് സുപ്രീം കോടതി. വീഴ്ചയുണ്ടായെങ്കിൽ അത് അംഗീകരിക്കണം, ചെറിയ പിഴവ് പോലും ഗുരുതരമെന്നും കോടതി പറയുന്നു. കേന്ദ്രത്തിനും NTAയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജിൽബി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജിൽബി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി മോദി സർക്കാർ നേരിടുന്ന തിരിച്ചടികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്ന് എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? അജിംഷാദ്, സുപ്രീം കോടതിയിൽ നിന്നും നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നിപ്പോൾ NDAയ്ക്ക് രൂക്ഷ വിമർശനമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് എത്ര ചെറിയ വീഴ്ചയും പരിഹരിക്കപ്പെടണമെന്നും പരീക്ഷാ നടത്തിപ്പുകാരെന്ന നിലയിൽ നീതിപൂർവമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യത NDAയ്ക്ക് ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, SV N ഭട്ടി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അതായത് ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പല ഹർജികൾ കോടതിയിലുണ്ട്. അതിൽ ആ ഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കവെയാണ് NDAയെയും അതുപോലെ തന്നെ കേന്ദ്രത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി രംഗത്തെത്തിയത്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് 0.001% വീഴ്ചയുണ്ടായാൽ പോലും അത് പരിഹരിക്കപ്പെടണമെന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് NDAയ്ക്ക് ഇത് നീതിപൂർവകമായിട്ട് നടത്താനുള്ള ഒരു ബാധ്യതയുണ്ട്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ തുടർ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് NDA വ്യക്തമാക്കണമെന്നും ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഇത്തരത്തിലൊരു പരീക്ഷയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുമ്പോൾ ആ അധ്വാനത്തെ മാനിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കാരണം ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ ഭാവിയിൽ ഡോക്ടറാകാനുള്ള ഈ പരീക്ഷയിൽ തട്ടിപ്പ് നടത്തി അത് പാസ്സായി വരുന്ന ഒരു ഡോക്ടർ എത്രത്തോളം നന്നായി പ്രവർത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കണം. അല്ലെങ്കിൽ ഒരു ഡോക്ടർ എത്രത്തോളം കൃത്രിമം കാണിക്കുന്ന ഒരാളായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിക്കാണേണ്ടതാണ്. തീർച്ചയായും സുപ്രീം കോടതി അതിന്റെ ഗൗരവം മുഴുവൻ മനസ്സിലാക്കുന്ന പ്രതികരണവും നിരീക്ഷണവുമാണ് ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ ആർക്കൊക്കെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്? ഇനി ഇത് പരിഗണിക്കുന്നത് എപ്പോഴാണ്? ഹർജി പരിഗണിക്കുന്നത്, കേസ് പരിഗണിക്കുന്നത്? അജിംഷാദ്, ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിനും NDAയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജൂലൈ 8-ന് വീണ്ടും കേസ് പരിഗണിക്കുമെന്നും ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അജിംഷാദ്.